നേരെ പോകുന്നത് കണ്ണൂരിലേക്കാണ്. കണ്ണൂരിലും വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭൂമികയാണ് എന്ന് നമുക്കറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഫുൾ കോൺഫിഡൻസ് ഉള്ള ജില്ലകളിലൊന്നുകൂടിയാണ് കണ്ണൂർ. എന്താണ് കണ്ണൂരിന്റെ നിലവിലെ സ്റ്റാറ്റസ്? എന്താണ് മഹേഷിലേക്ക് വീണ്ടും? മഹേഷ്, എന്താണ് കണ്ണൂരിന്റെ ഇപ്പോഴത്തെ കഥ? എന്താണ്? നിഷാദ്, 24 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, അതിൽ 17 LDF-ന്റെ ചുവന്ന കൊടി പാറുന്നു. 7 UDF ജയിച്ചു. അപ്പോൾ 24-ൽ 17-7 അതാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ കണക്ക്. പക്ഷെ നേരെ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ 55 34 UDF ആണ്, 34 UDF ആണ്, 19 മാത്രം LDF മാറുന്നു. BJP 1, ADS 1. അപ്പോൾ കോർപ്പറേഷനിലേക്ക് എത്തുമ്പോൾ ജില്ലാ പഞ്ചായത്തിൽ LDF എങ്കിൽ കോർപ്പറേഷനിൽ UDF അവിടെ കണ്ണൂരിലെത്തുന്നു. നഗരസഭകൾ ആകെ 8, 5 LDF, 3 UDF-ന്റെ നഗരസഭകൾ. അപ്പോൾ ഏതാണ്ട് ഒരു കട്ടക്ക് ഒന്ന് മത്സരിച്ച് നോക്കാം എന്ന് കരുതുന്നുണ്ടാകും ഒരു പക്ഷേ UDF. പക്ഷേ LDF-ന്റെ ശക്തി കേന്ദ്രം കൂടിയാണ് കണ്ണൂർ. ബ്ലോക്ക് പഞ്ചായത്ത് ആകെ 11, 10 LDF, ഒരേ ഒരിടത്ത് UDF എത്തുന്നു. ഗ്രാമപഞ്ചായത്തുകളുടെ കണക്ക് 71 ഗ്രാമപഞ്ചായത്തുകളിൽ 12 മാത്രമാണ് UDF ഉള്ളത്. 3 ആർക്കും പ്രത്യേകിച്ച് ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത 3 56 നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ കണ്ണൂർ പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ്, CPM-ന്റെ ശക്തി കേന്ദ്രമാണ്, LDF-ന്റെ ശക്തി കേന്ദ്രമാണ്. 56, 71-ൽ 56. നിഷാദ്, ശരി. ഇതാണ് അപ്പോ കണ്ണൂരിനെ സ്ഥിതി. തിരുവനന്തപുരത്ത് നോക്കുമ്പോൾ കണ്ണൂരിലും UDF-നെ സംബന്ധിച്ച് വലിയ ബാലികാറാമലകൾ മറികടന്നാലേ അവർക്ക് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയും.